ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കൺസിഡറേഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ ആസ് എക്സാമിനേഷൻ ഈസ് കൺസേൺഡ്. അതിനേക്കാളും ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് കുറച്ച് ദീർഘമായി വരുന്നതാണ്. നമ്മുടെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ ഹ്രസ്വമായ രീതി പറയേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ചാപ്റ്റർ ക്ലാസ്സിലെടുക്കാനായിട്ട് വളരെയധികം സമയം ഞാൻ ചെലവഴിക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്തിൻ്റെ പരിമിതി എന്നുള്ളത് നമ്മളൊരു ഘടകമായി കണക്കാക്കിക്കൊണ്ട് വേണം പഠനം തുടങ്ങാനായിട്ട്. ഇവിടെ നമ്മൾ ആദ്യമേ കൺസിഡറേഷൻ എന്ന പദത്തിൻ്റെ മീനിങ്ങും പറയണം, അതിൻ്റെ നിർവചനവും പറയണം. ആക്ച്വലി ദ ഡെഫിനിഷൻ ദാറ്റ് വിൽ ടേക്ക് നിയർലി 1 hour ടു ബി എക്സ്പ്ലെയിൻഡ് എക്സാക്ട്ലി. പക്ഷെ അത് നമ്മളിവിടെ വളരെ പരിമിതമായ സമയപരിധിക്കുള്ളിലാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പറയേണ്ടത് മീനിങ് ആണ്. എന്താണ് കൺസിഡറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം? ഇവിടെ നോക്കൂ. കൺസിഡറേഷൻ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ബോർഡിലുള്ളത് ഞാൻ മാറിത്തരാം. ബോർഡിലുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അതേപോലെ സാധിക്കുമെങ്കിൽ നിങ്ങൾ പകർത്തിയെടുക്കുക. ഞാൻ പറഞ്ഞുതരാം. കൺസിഡറേഷൻ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. തിരിച്ച് എന്തെങ്കിലും എന്നാണ് സംതിങ് ഇൻ റിട്ടേൺ എന്ന പദത്തിന് അർത്ഥം. അപ്പോൾ കൺസിഡറേഷൻ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ ആ ഒരു സെന്റൻസ് പൂർണ്ണമായി. ഇനി നമ്മൾ പറയേണ്ട ആസ് പെർ സെക്ഷൻ 25 ആൻ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നൾ ആൻഡ് വോയിഡ്. നൾ ആൻഡ് വോയിഡ് മീൻസ് വോയിഡ് എന്ന അർത്ഥം, നിയമസാധുത ഇല്ലാത്തതാണ്. ആസ് പെർ സെക്ഷൻ 25 ആൻ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നൾ ആൻഡ് വോയിഡ്. ദസ് കൺസിഡറേഷൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നു കൺസിഡറേഷൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൺസിഡറേഷൻ. ഇനി നമ്മൾ പറയുന്നത് ഇറ്റ് മേ ബി എനി ഓർ സം, എന്തെങ്കിലും ആയിരുന്നാൽ മതി. ആൻഡ് cannot be totally absent, ഒന്നും ഇല്ലാതെ വരാൻ പാടില്ല. ഇറ്റ് മേ ബി എനി ഓർ സം ആൻഡ് cannot be totally absent. A promise without consideration is called nudum pactum. ന്യൂട്ടൺ പാക്റ്റം എന്ന വാക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കൺസിഡറേഷന്റെ ഭാഗത്തിൽ ന്യൂട്ടൺ പാക്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ഒരെണ്ണം പഠിക്കാനുണ്ട്. ന്യൂട്ടൺ പാക്റ്റം ആൻഡ് എക്സെപ്ഷൻസ് ഓഫ് ന്യൂട്ടൺ പാക്റ്റം എന്ന്. അപ്പോൾ ന്യൂട്ടൺ പാക്റ്റം എന്ന വാക്ക് പരിചിതമാവുക. ഒന്നുകൂടി നോക്കാം. ഞാൻ ഒന്നുകൂടി പറയുന്നു. കൺസിഡറേഷൻ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ആ വാക്യത്തിന്റെ അർത്ഥമായി as per section 25 a promise or agreement without consideration is null and void. Thus അതുകൊണ്ട് consideration is very essential element of making a contract. It may be, it means consideration, it may be any or some and cannot be totally absent. പിന്നെ നമ്മൾ പറയേണ്ടത് a promise without consideration is called null and void. അതാണ് ആ നിർവചനം. You see, next the definition of consideration. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിർവചനത്തിന്റെ സ്വഭാവം. ശ്രദ്ധിക്കുക. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ D കൺസിഡറേഷൻ ആണ് പദം. അതിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ D ആണ്. ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ നിർവചനം തുടങ്ങേണ്ടത് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ബോർഡിൽ കാണുക. എഴുതി വയ്ക്കത്തക്ക രീതിയിൽ നിങ്ങൾ അതിന് തയ്യാറായി വയ്ക്കുക. മാറിയാണ് ഞാൻ നിൽക്കുന്നത്. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ഓർ പ്രോമിസ് ടു ഡു or to abstain from doing something, to such act, abstinence or promise is called consideration for the promise. ഇതാണ് നിർവചനം. വിശദമാക്കാം. When at the desire of the promiser, പ്രോമിസറുടെ താല്പര്യപ്രകാരം, പ്രോമിസ് ചെയ്യുന്നയാൾ ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നയാളെയാണ് നമ്മൾ പ്രോമിസർ എന്ന് പറയുക.
ആ പ്രോമിസറുടെ താല്പര്യത്തിൽ, ആഗ്രഹത്തിൽ, അയാളുടെ അഭിപ്രായത്തിൽ. പ്രോമിസി രണ്ടാമത്തെ വ്യക്തിയാണ് പ്രോമിസി. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും. അപ്പൊ നമ്മൾ പറയേണ്ടത് പ്രോമിസറുടെ താല്പര്യത്തിൽ, പ്രോമിസിയോ മറ്റാരെങ്കിലുമോ. At the desire of the promiser, the promisee or any other person, whoever so, it doesn't matter. At the desire of the promiser, the promisee or any other person has done ചെയ്തത്, ചെയ്തു കഴിഞ്ഞത്. or abstained from doing, ചെയ്യാതിരുന്നതെന്നല്ല, ചെയ്യുമായിരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്, ചെയ്യുമായിരുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നത്, അതാണ് abstained from doing. or does, ചെയ്യുന്നത്, ഇപ്പൊ ചെയ്യുന്നത്. or abstains from doing, ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പോൾ. or promise to do, വാഗ്ദത്തം ചെയ്യുന്നത്, ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നത്. or abstains from doing, അതായത് ഇവിടെ നോക്കൂ, promise to do or to abstain from doing, ചെയ്യാമെന്ന് പറയുന്നത്, അതേപോലെ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം എന്ന് പറയുന്നത്. എന്ത്? എന്തോ ഒരു പ്രവൃത്തി, സംതിങ്. ടു സച്ച് ആക്ട്, അത്തരത്തിലുള്ള പ്രവൃത്തിക്ക്. ആബ്സ്റ്റിനൻസ്, പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കല്, പ്രവൃത്തി ചെയ്യാതിരിക്കലല്ല, നമ്മൾ മനസ്സിലാക്കണം. ചെയ്യുമായിരുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കും, ഒഴിഞ്ഞു നിൽക്കല്, അതാണ്. ഓർ പ്രോമിസ് ടു ഡു. അപ്പൊ നമുക്ക് ടു സച്ച് പ്രോമിസ് ടു ഡു ഓർ ടു ആബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. ടു സച്ച് ആക്ട്, ആബ്സ്റ്റിനൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. ഒന്നുകൂടി പറയാം. സച്ച് ആക്ട്, പ്രവൃത്തിക്ക്, ആബ്സ്റ്റിനൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. Once again the definition, look at the board. When at the desire of the promiser, the promisee or any other person has done or abstained from doing or promised to do. No. When at the desire of the promiser, the promisee or any other person has done or abstained from doing or does, present, or abstains from doing or promise to do or to abstain from doing what? Something. To such act, abstinence or promise is called consideration for the promise. അപ്പൊ എന്താണ് ഈ കൺസിഡറേഷൻ? ഞാൻ ഒരു പ്രതിഫലം തരിക എന്ന് പറഞ്ഞാൽ അത് മോണിറ്ററി ഘടകമാകണമെന്ന് നിർബന്ധമില്ല, ഒരു വസ്തുവാകണമെന്ന് നിർബന്ധമില്ല, ഒരു പ്രവൃത്തിയാകണമെന്ന് നിർബന്ധമില്ല, ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കലാകണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതായത് പണമാകാം, പ്രവൃത്തിയാകാം, ഒരു വസ്തുവാകാം, ഞാനൊരു പ്രവൃത്തി ചെയ്തു കൊള്ളാം എന്ന പ്രോമിസ് ആകാം, ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാതിരിക്കാം എന്ന പ്രോമിസുമാകാം. ഇതെല്ലാം തന്നെ കൺസിഡറേഷൻ ആണ്. ഒറ്റ കാര്യമുള്ളൂ, പ്രോമിസർ ആവശ്യപ്പെടുന്നത് എന്തോ അതായിരിക്കണം പ്രോമിസ് നൽകേണ്ടതായ പ്രവൃത്തി. When at the desire of the promiser, the promisee or any other person has done or abstained from doing or does or abstains from doing or promised to do or to abstain from doing something. To such act, abstinence or promise is called consideration for the promise. ഇത്രയും ഭാഗമാണ് നിർവചനവും ഇൻട്രൊഡക്ഷനും അഥവാ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നിങ്ങൾ എഴുതേണ്ടത്. ഈ 2 പാരഗ്രാഫും നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഇനി ഈ നിർവചനത്തിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു കളക്ട് ഓൾ ദ ഫീച്ചേഴ്സ്, ഓൾമോസ്റ്റ് ഓൾ ഫീച്ചേഴ്സ് ഫ്രം ദ ഡെഫിനിഷൻ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനിഷനിൽ പറയുന്നത് വളരെ തറവായിരിക്കണം. ആ ഡെഫിനിഷനിൽ പറയുന്ന പല പദങ്ങളുമാണ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ ആണ്. ആ എസെൻഷ്യൽ ഘടകങ്ങൾ അടുത്ത ഒരു പോർഷനായിട്ട്, ടോപ്പിക്കായിട്ട്, എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തുടർച്ച തന്നെയായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് അടുത്ത എപ്പിസോഡായിട്ടാണ് കാണിക്കുക. ഓക്കെ, താങ്ക് യു. ഈ പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, അത് പ്രയോജനകരമായി തോന്നുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ആൾസോ ടു ഷെയർ. ആ ബെൽ ഐക്കൺ ഒന്ന് ടിക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത പോർഷൻ അടുത്ത എപ്പിസോഡിൽ കാണാം.